Hey there guys, welcome back to Trading Logics. നമുക്കിന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ ഓവർനൈറ്റ് പൊസിഷൻസ് എന്തൊക്കെ ചെയ്തു എന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ന് ഡൗ ജോൺസ് ചെറിയൊരു നെഗറ്റീവ് ഫോൾ തന്നിട്ടുണ്ട്, ഒരു 36 പോയിൻറ്റ്സ്. അത് ഒരു സൈഡ് വൈസ് മാർക്കറ്റിൻ്റെ ചെറിയൊരു ലക്ഷണമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാവരും പാനിക്കായി നിൽക്കുകയാണ്, 2008 ആവർത്തിക്കുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ മാർക്കറ്റിൽ നല്ല ഫ്ലക്ച്വേഷൻ ഉണ്ട്. സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയായിരുന്നത് കൊണ്ട് പ്രോഫിറ്റ് ബുക്ക് നടന്നു കഴിഞ്ഞാൽ, ഒരു പാനിക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ബി കെയർഫുൾ. അടുത്ത് നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നമുക്ക് മാർക്കറ്റ് ചെറിയൊരു സൈഡ് വൈസ് തന്നെയാണ് അതിവിടെയും കാണിക്കുന്നത്. പ്രീവിയസ് ഡേ ക്ലോസിന് താഴോട്ട് തന്നെ ട്രേഡ് നടക്കുകയാണ്. സോ ചെറിയൊരു നെഗറ്റീവ്നെസ് കാണാം. അതുപോലെ തന്നെ ചെറിയൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഉണ്ട്, കുഞ്ഞൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ്. അപ്പോൾ അത് ബ്രോക്ക് ആയി കഴിഞ്ഞാൽ കുറച്ചൊരു ഫാളാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ മാർക്കറ്റിൻ്റെ സ്ഥിതി നമുക്ക് ഓപ്പൺ ആകുമ്പോഴേക്കും മാർക്കറ്റ് ഇന്നലെ വരച്ച സപ്പോർട്ട് ലെവലിൽ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് പ്രീവിയസ് ഡേ ക്ലോസിന് താഴെ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ്നെസ് ഉണ്ട്. അപ്പോൾ പ്രീവിയസ് ഡേ ക്ലോസ് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പ്രീവിയസ് ഡേ ലോയും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് തന്നെയാണ്. സോ 2 പോയിൻറ്റും നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് താഴോട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. അതുപോലെ സെൻസെക്സ് നമുക്കിന്ന് എക്സ്പയറി ആണ് വരിക. വീക്കിലി എക്സ്പയറി വരുന്നത് സെൻസെക്സിൽ ഇന്നാണ്. അപ്പോൾ ഒരു ചെറിയ ട്രെൻഡ് ലൈന് ഉണ്ട്. സോ അത്ര ആക്യുറേറ്റ് അല്ലെങ്കിലും അതൊരു ചെറിയ ട്രെൻഡ് ലൈനാണ്. 3 ദിവസം പ്രീവിയസ് 3 ദിവസത്തെ ചേർത്താണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ സെല്ലിങ് കുറച്ച് കാണാൻ സാധിക്കും. അപ്പോൾ എക്സ്പയറി ആയതുകൊണ്ട് മൂവ്മെൻറ്റ്സൊക്കെ എക്സ്റ്റെൻസീവ് ആയിരിക്കും. അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് എല്ലാം 1% അടുപ്പിച്ച് ഡൗൺ ആയിരുന്നു. അപ്പോൾ ഹാങ്സെങ്ങും ഇന്ന് 1% അടുപ്പിച്ച് ഡൗൺ ആണ്. ഡാക്സ്, കാറ്റ്സ്, ഫിറ്റ്സി എല്ലാം 1% അടുപ്പിച്ച് 2% അടുപ്പിച്ച് ഡൗൺ ആണ്. ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവാണ്. അതുപോലെ ഡൗ മൈൽഡ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ടു സൈഡ് വേസ് ആണ്. അപ്പോൾ 2 കാര്യങ്ങൾ നോക്കുക. US 10-year ബോണ്ട് നോക്കാം. അത് നമുക്ക് ചെറുതായിട്ടൊരു അപ്സൈഡ് കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് അത് ഇന്ത്യൻ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ബി കെയർഫുൾ. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനകത്തോട്ട് നമുക്ക് പോകാം. നമുക്ക് ഇന്ന് മേജറായിട്ട് ന്യൂസിലുള്ള സ്റ്റോക്കുകളെന്ന് വെച്ചാൽ, ന്യൂസിലുള്ള സ്റ്റോക്ക് വിപ്രോയാണ്. വിപ്രോ വേറൊരു കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു എന്നൊരു ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ വിപ്രോയ്ക്ക് ഒരു എക്സ്ട്രാ പവർ കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിൽ നമുക്ക് വിപ്രോ പരിഗണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ന്യൂസിലുള്ള സ്റ്റോക്കാണ് LIC. അതുപോലെ തന്നെ വേറെ സ്റ്റോക്കാണ് പർവൻകര. കമ്പനിയുടെ ബോർഡ് മീറ്റിങ്ങിൽ 1000 crores റൈസ് ചെയ്യാനായിട്ടുള്ള സെറ്റിൽമെൻ്റ് ആയിട്ടുണ്ട്. സി മീഡിയ അടുത്തൊരു സ്റ്റോക്കാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.